ഹായ് ഫ്രണ്ട്സ്, എനി വീഡിയോ സേഫിയിലേക്ക് സ്വാഗതം. ഇന്ന് പഴനി ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം നേരെ എൻ്റെ കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ. അപ്പോൾ പ്രതീഷ് പറഞ്ഞതുപോലെ പഴനിമലയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. പോകാൻ തീരുമാനിച്ച രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് റെയിൽവേ സ്റ്റേഷനോട് പോകുന്ന ആ സമയത്ത് മഴ മാറി തന്നു. പഴനിയിൽ പോയി തലമൊട്ടയടിക്കുന്നതിന് വേണ്ടിയാണ് കൂട്ടുകാരൻ പോകുന്നത്. അപ്പോൾ എന്നോടും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും വളരെ ചെറുപ്പത്തിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു പഴനിയിലേക്ക്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഞാനും വരാമെന്ന് പറഞ്ഞു. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രതീഷ് ഇടയ്ക്കിടയ്ക്ക് പഴനിമലയിൽ പോകാറുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലും കൂടി പോയിട്ട് വന്നതാണ്, അതായത് ഏകദേശം ഒരു കൊല്ലം മുമ്പ്. പക്ഷേ അതിനുശേഷം ഈ അടുത്ത് പഴനിമലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായി അറിയാൻ സാധിച്ചു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയുന്നതിനും കൂടി വേണ്ടിയാണ് ഈ യാത്ര. തിരുവനന്തപുരത്ത് നിന്നും മധുര വരെ പോകുന്ന ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. എറണാകുളം നോർത്തിൽ നിന്നുമാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. രാത്രി 12:45 ട്രെയിൻ. സ്ലീപ്പർ ടിക്കറ്റിൽ ഒരാൾക്ക് 190 രൂപയാണ് ആയത്. യാത്ര രാത്രിയിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കൂട്ടുകാരൻ നേരെ കയറി കിടന്നു. ഞാൻ ഏകദേശം 3 മണിയോളം വിൻഡോയും തുറന്ന് പുറത്തെ കാഴ്ചകളും കണ്ട്, കാഴ്ചകൾ എന്ന് പറയാൻ ഇരുട്ടായിരുന്നു, എങ്കിലും ആ തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അതിനുശേഷമാണ് ഞാനും കിടന്നുറങ്ങിയത്. അങ്ങനെ തണുപ്പ് കൊണ്ടതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഒരാഴ്ചയോളം തൊണ്ടവേദനയായിരുന്നു. അപ്പോൾ എല്ലാവരും രാത്രി യാത്ര ചെയ്യുമ്പോൾ വിൻഡോസൊക്കെ അടച്ചിട്ട് മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ഉറങ്ങിയതിന് ശേഷം വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. വിൻഡ് മില്ലുകൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ വളരെ വലുപ്പമാണ്. അപ്പോൾ ഏകദേശം പഴനിക്കടുത്ത് എത്താറായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ ശ്രമിച്ചില്ല. പുറത്തെ കാഴ്ചകളും കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഏകദേശം 6:30 പഴനി റെയിൽവേ സ്റ്റേഷനെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് പഴനി മലയിലോട്ട് പോകാനുള്ള കുതിരവണ്ടികളും അതുപോലെ അപ്പുറത്തായി ഓട്ടോറിക്ഷകളും ബസ്സും കാണാം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അതായത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പഴനിമലയിലേക്ക് ഓട്ടോറിക്ഷയിൽ 150 രൂപയാണ് ആവുന്നത്. അതുപോലെ കുതിരവണ്ടിയിൽ 100 രൂപയും. ഞങ്ങളുടേത് ബഡ്ജറ്റ് പ്ലാനിലുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ 150 കേട്ടപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറാതെ നടക്കുകയായിരുന്നു. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴത്തേക്കും ഒരു ഓട്ടോക്കാരൻ 100 രൂപ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറി. എങ്കിലും ഓട്ടോ ചേട്ടൻ വഴിയിൽ നിന്നും ഒരാളെയും കൂടി എടുത്ത് പുള്ളിയുടെയിൽ നിന്നും 50 രൂപ മേടിച്ച് 150 രൂപ തികച്ചു. ഈ കാണുന്നതാണ് ഞങ്ങൾ എടുത്ത റൂമിൻ്റെ ബിൽഡിംഗ്. ഞങ്ങൾ ഓട്ടോയിൽ നേരെ ഇവിടെ വന്നാണ് ഇറങ്ങിയത്. ഞങ്ങളെടുത്ത റൂമിൻ്റെ കുറച്ചപ്പുറത്തായി ദൂരെ കാണുന്ന മലയാണ് ഇടുമ്പൻ മല. അപ്പോൾ ആ മല ആദ്യം കയറിയിട്ടാണ് പഴനിയിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മുറിയെടുത്ത സ്ഥലത്തേക്ക് മുടി വെട്ടുന്ന ആളെ വിളിച്ചു വരുത്തി പ്രതീഷിൻ്റെ തല മൊട്ടയടിച്ചതിന് ശേഷമാണ് നമ്മൾ മലകൾ കയറാൻ പോയത്. ഈ കാണുന്നതാണ് ഇടുമ്പൻ മലയുടെ കവാടം. ആ പുറയിൽ കാണുന്ന പടിക്കെട്ടുകളിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറാൻ പോകുന്നത്. ഏകദേശം 500-550 പടികളാണ് ഇടുമ്പൻമല ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, എങ്കിലും ഞങ്ങൾ മല കയറാൻ തുടങ്ങി. അങ്ങനെ ഇടുമ്പൻമലയിലെ പടികൾ കയറി ഏകദേശം പകുതിയാകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഒരു സൈഡിൽ മലനിരകളും നേരെ കാണുന്ന നമ്മുടെ പഴനിമലയും, അതുപോലെ പിന്നീട് അപ്പുറത്ത് നിറയെ ബിൽഡിങ്സുമായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇടുമ്പൻമലയുടെ പടികളെല്ലാം കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ കാണുന്നതാണ് ഈ ഇടുമ്പൻമല ക്ഷേത്രം.
ഇടുമ്പൻമല ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ്. അങ്ങനെ ഇടുമ്പൻമലയിൽ നിന്നും ഇറങ്ങി നേരെ നടന്ന് ഞങ്ങൾ പഴനിയുടെ താഴ്വാരത്തുള്ള റോട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നടക്കാൻ മാത്രമുള്ള ദൂരമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് പഴനിയിലെ അടുത്ത മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഈ റോഡിലൊക്കെ നിറയെ കടകളായിരുന്നു, അതുപോലെ നിറയെ തിരക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഒഴിപ്പിച്ച് വളരെ വിശാലമായിട്ടിട്ടിരിക്കുകയാണ് ഈ റോഡൊക്കെ. അതുപോലെ ഈ റോഡിലേക്ക് മറ്റ് വാഹനങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രവേശനമില്ല. ഈ പോകുന്നത് പോലത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ കാണുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ നമുക്ക് പഴനിമലയുടെ എൻട്രൻസിലോട്ടും അതുപോലെ മറ്റിടങ്ങളിലേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് സ്റ്റോപ്പുണ്ട്, ആ സ്റ്റോപ്പിൽ മാത്രമാണ് ഇത് നിർത്തുള്ളൂ. പ്രധാന റോഡിൽ നിന്നും ഈ റോഡിലേക്കുള്ള എല്ലാ വഴികളും ഇതുപോലെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2 വീലറുകൾ പോലും ഈ റോഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതുപോലെ ഈ വഴിയുടെ അരികത്തായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ ഇതിലും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഞങ്ങൾ പഴനിമലയിലേക്കുള്ള എൻട്രൻസ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴനിമലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഫോൺ, ഇലക്ട്രോണിക് സാധനങ്ങൾ, സ്മാർട്ട് വാച്ച്, ക്യാമറ ഇതൊന്നും ഇപ്പോൾ പഴനിയുടെ മുകളിലേക്ക് കയറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഴനിമലയുടെ മുകളിലുള്ള ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനോ കാണിക്കാനോ സാധിക്കില്ല. അതുപോലെ റോഡിൻ്റെ സൈഡിലായി ധാരാളം കടകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങ് ദൂരെ ഈ കാണുന്നതാണ് പഴനിമല ക്ഷേത്രം. പഴനി അമ്പലത്തിൻ്റെ ദൂരെ നിന്നുള്ള ഒരു സെൽഫിക്കുള്ള ശ്രമമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് പഴനിമലയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ കയറ്റി വിടുന്നത്. അതിനു മുമ്പിലായി ഒരു ഗണപതി കോവിലും നമുക്ക് കാണാം. ആദ്യം ഉള്ളിലായി കാണുന്ന ആ കവാടത്തിലൂടെയാണ് നമ്മൾ മല കയറുന്നത്. അതുപോലെ ഇപ്പുറത്ത് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഞങ്ങൾ പഴനിയിൽ നിന്നും തൊഴുതിറങ്ങി. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു നേരം കൂടി അവിടേക്ക് കറങ്ങി നടന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് പോയി കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തു. വൈകിട്ട് 6 മണിക്കായിരുന്നു തിരിച്ചുള്ള ട്രെയിൻ. അതും സ്ലീപ്പർ ക്ലാസ് തന്നെയായിരുന്നു. 190 രൂപ തന്നെയാണ് ആയത്. പഴനിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 2.5 കിലോമീറ്ററാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു, കാരണം സമയമുള്ളത് കൊണ്ട്. ഏകദേശം 5:30 തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിലും ട്രെയിൻ ലേറ്റായിരുന്നു. 6:40 ട്രെയിൻ എത്തിയത്. 40 മിനിറ്റോളം വൈകിയാണ് ട്രെയിൻ വന്നത്. ഈ വരുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പോൾ ഇത്രയും വേണ്ട പഴനിയിലെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.